അപ്പോൾ ഇന്നത്തേത് നമ്മുടെ സ്പെഷ്യൽ ഡിഷ് എന്ന് പറഞ്ഞാൽ ബോളിയാണ് കേട്ടോ. തിരുവനന്തപുരം ചെന്നൈ ഭാഗത്ത് കിട്ടുന്ന ഈ ബോളി നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. 200 ഗ്രാം മൈദ, ലേശം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നെയ്യ് ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ പാലൊഴിക്കുക. എന്നിട്ട് വെള്ളം ചേർത്ത് നന്നായിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ നല്ല പോലെ കുഴച്ചെടുത്ത് അതിൻ്റെ മേലെ എന്ത് ചെയ്യുക, സൺഫ്ലവർ ഓയിൽ തടവിയിട്ട് മാറ്റി വയ്ക്കുക. അത് ഡ്രൈ ആയി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ എണ്ണ അതിൻ്റെ മേലെ തടവിയിട്ട് വെക്കാൻ പറയുന്നത്. പിന്നെ വേറൊരു പാത്രത്തിൽ നമ്മൾ സാധാ പോലെ ശർക്കര പാനി ആക്കി വയ്ക്കുക. വേറൊരു പാത്രത്തിൽ കടലപ്പരിപ്പില്ലേ, അത് നല്ലോണം ഒന്ന് ചൂടാക്കുക. അതിൻ്റെ ഒരു മണം, പച്ച മണം മാറി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടത് കുക്കറിലിട്ടിട്ട് 4-5 വിസിൽ വരുന്നവരെ നമ്മൾ എന്ത് ചെയ്യുക, വേവിച്ച് അത് വയ്ക്കുക. എന്നിട്ട് വെന്ത് കഴിഞ്ഞാൽ കുക്കർ തുറന്ന് അതിലെ കടലപ്പരിപ്പ് നമ്മളൊരു മിക്സി ജാറിലിട്ടിട്ട് ലേശം ഉപ്പിട്ടിട്ട് എന്ത് ചെയ്യുക, അരച്ച് വയ്ക്കുക. എന്നിട്ട് അത് മാറ്റി വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് ഈ ശർക്കര പാനിയും ഈ കടലപ്പരിപ്പ് അരച്ചതും ചേർത്ത് നല്ലോണം ഇളക്കിക്കൊണ്ട് തന്നെ ഈ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പാകത്തിലാവുമ്പോൾ നമ്മളത് മാറ്റി വയ്ക്കുക. തണുത്തതിന് ശേഷം ചെറിയ ചെറിയ ഈ ഉണ്ടകളാക്കി നമ്മൾ നീക്കി വയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ മാവില്ലേ, മാവിനകത്ത് കിഴി പോലെ ആവുന്ന പരുവത്തിൽ ഒന്ന് പരത്തിയിട്ട് അതിനേക്ക് ഈ ഒരു ഉണ്ട ഇറക്കി വെച്ച് കിഴി രൂപത്തിലാക്കുക. എന്നിട്ട് നല്ലോണം പരത്തി നല്ല തിന്നായിട്ട് പരത്തി എടുത്തു കഴിഞ്ഞാൽ നല്ലോണം പൊളച്ച് വരും കേട്ടോ. നല്ലൊരു ഫുൽക്കല്ലേ, ഫുൽക്ക പോലെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊളച്ച് വരുന്ന പോലെ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇതിൻ്റെ ഒരു ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ പാലട പായസം അല്ലെങ്കിൽ സേമിയ പായസമാണ് കേട്ടോ. നമ്മൾക്ക് അതില്ലെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ മിൽക്ക് മെയ്ഡോ അങ്ങനെ എന്തെങ്കിലും കഴിക്കാവുന്നതാണ് കൂട്ടത്തിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ വീട്ടിൽ ഉണ്ടാക്കി നോക്കില്ലേ, ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കില്ല കേട്ടോ. താങ്ക് യു. സംഭവം ഏതായാലും എനിക്ക് കഴിക്കാനല്ല കേട്ടോ ഉണ്ടാക്കിയേ, ഇത് ഇവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. ഇവൾ പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ബോളി. അപ്പോൾ അത് കാരണമാണ് കേട്ടോ ഉണ്ടാക്കി നോക്കിയത്. അവൾ കഴിച്ചിട്ട് എന്തായാലും അവൾക്ക് നല്ലോണം ഇഷ്ടമായി. അപ്പോൾ നിങ്ങളും വീട്ടിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, നിങ്ങൾക്കും ഇഷ്ടമാവും.